റമളാൻ മാസത്തിലെങ്കിലും നിർത്തിക്കൂടായിരുന്നോ താത്ത ഈ പരിപാടി? മുസ്ലിമായ മൈമൂന റമളാൻ മാസത്തിൽ വെള്ളമടിച്ച് അബോധാവസ്ഥയിൽ റോഡരികിൽ കിടക്കുന്നത് നാട്ടുകാർ കണ്ടതോടുകൂടിയാണ് കാര്യം വെളിച്ചത്തായത്. അവശനിലയിൽ കിടക്കുന്ന മൈമൂനയെ കണ്ടുവന്നവർ എഴുന്നേൽപ്പിച്ചതോടുകൂടി മൈമൂനയുടെ തനി നിറം പുറത്തു വന്നു. കാര്യമന്വേഷിച്ച നാട്ടുകാരെല്ലാം അസഭ്യം പറഞ്ഞു. തുടർന്ന് പ്രതികരിച്ച നാട്ടുകാർക്ക് മനസ്സിലായി ആള് ഫുൾ വെള്ളത്തിലാണെന്ന്. മൈമൂന റമളാൻ മാസത്തിൽ കള്ളുകുടിച്ചിട്ടുണ്ടെന്ന്. അപ്പോഴാണ് ആ വഴിക്ക് പോലീസുകാർ വരുന്നത്. മറ്റൊരു പ്രതിയുടെ മൊബൈൽ ലൊക്കേഷൻ നോക്കി വന്ന പോലീസുകാരുടെ കയ്യിൽ കിട്ടിയത് നമ്മുടെ മൈമൂന താത്തയെ ആയിരുന്നു. കാര്യമെങ്ങനെയെന്നാൽ മൈമൂന എന്ന മഞ്ചേരി സ്വദേശിനിയായ ഈ യുവതി ഭർത്താവുമായി പിണങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു സുഹൃത്ത് മുഖാന്തരം ഒരു ജ്യോത്സ്യനെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചാൽ ഭർത്താവുമായുള്ള പിണക്കങ്ങൾക്കെല്ലാം പരിഹാരമാകും എന്ന നിലയിൽ ഒരു ജ്യോത്സ്യനെ സമീപിച്ചുകൊണ്ട് തൻ്റെ വിഷമങ്ങൾ പറയുകയും അദ്ദേഹത്തോട് വീട്ടിലേക്ക് വന്ന് പ്രശ്നപരിഹാരം ഉണ്ടാക്കി നൽകണമെന്നും പറഞ്ഞു. ഇവരുടെ അഭ്യർത്ഥന പ്രകാരം ബുധനാഴ്ച രാവിലെ ഇവരുടെ വീട്ടിലെത്തിയ ജ്യോത്സ്യനെ മൈമൂനയും 24 വയസ്സുകാരനായ പ്രതീഷും സ്വീകരിച്ചതിന് ശേഷമാണ് താൻ കെണിയിലായ കാര്യം ജ്യോത്സ്യന് മനസ്സിലായത്. ജ്യോത്സ്യനെ അസഭ്യം പറയുകയും അടിക്കുകയും ചെയ്ത പ്രതികൾ ഒരു റൂമിലാക്കുകയും വിവസ്ത്രനാക്കുകയും ചെയ്തു. അതിനുശേഷം നഗ്നയായി മൈമൂനയെയും ആ റൂമിലേക്ക് കയറ്റി. എന്നിട്ട് ഫോട്ടോകൾ എടുത്ത് 20 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ ഇതെല്ലാം പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. കൂടാതെ ധാരാളം മർദ്ദിക്കുകയും ഇദ്ദേഹത്തിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന 4.5 പവനോളം വരുന്ന സ്വർണം കവരുകയും ചെയ്തു. അങ്ങനെയിരിക്കെയാണ് പോലീസ് മറ്റു പ്രതികളുടെ മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തോടു കൂടി ഇവരുടെ സമീപത്തെത്തുന്നത്. തങ്ങളെ അന്വേഷിച്ചാണ് പോലീസ് വന്നത് എന്ന് തെറ്റിദ്ധരിച്ച മൈമൂനയും പ്രതീഷും അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. പിറകിലെ വാതിലിലൂടെ ജ്യോത്സ്യനും ഓടിമറഞ്ഞു. അങ്ങനെ മദ്യപിച്ച് ലക്കുകെട്ട മൈമൂനക്ക് കൂടുതലൊന്നും ഓടാൻ കഴിഞ്ഞില്ല. റോഡരികിൽ തളർന്നു വീണ മൈമൂനയാണ് പിന്നെ നാട്ടുകാർ കാണുന്നത്. നല്ല വ്യക്തിത്വത്തിന് ഉടമയെന്ന് വിചാരിച്ചു കൊണ്ടിരുന്ന മൈമൂനയുടെ തനി സ്വരൂപമറിഞ്ഞ നാട്ടുകാരും പോലീസുമെല്ലാം ഇപ്പോൾ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ജ്യോത്സ്യനെ അപായപ്പെടുത്തി മാനഹാനി വരുത്തുമെന്നു പറഞ്ഞ് പണം തട്ടാനുള്ള ശ്രമത്തിനിടെയാണ് ഇവർ യാദൃശികമായി പോലീസ് വലയിൽപ്പെട്ടിരിക്കുന്നത്. ഇവരുടെ കൂടെ മറ്റൊരു 24കാരിയും 5ഓളം യുവാക്കളും ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അവർക്ക് വേണ്ടി ഊർജിത അന്വേഷണം നടക്കുകയാണ്. ഇവരിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ജ്യോത്സ്യൻ കൊഴിഞ്ഞാമ്പാറ സ്റ്റേഷനിലെത്തി പരാതി നൽകി. ഇത്തരത്തിലേക്ക് പോയിരിക്കുന്നു കാര്യങ്ങൾ. നോമ്പ് നോറ്റ് കർമ്മനിരതയായിരിക്കേണ്ട സമയത്താണ് മൈമൂനത്താത്ത വെള്ളമടിച്ച് ഹണി ട്രാപ്പ് നടത്താൻ വ്യവസ്ഥയായി റൂമിൽ കയറിയത്. അന്യമതസ്ഥരായ യുവാക്കളുമായുള്ള ബന്ധം പുലർത്തുന്നതിലൂടെയൊക്കെയാണ് മൈമൂന ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തി നിന്നത് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും മൈമൂനത്താത്താൻ്റെ യഥാർത്ഥ മുഖം കണ്ട നെട്ടൽ ഇതുവരെ നാട്ടുകാർക്ക് മാറിയിട്ടില്ല എന്നാണ് അറിഞ്ഞത്.